ഏറ്റവും ബെസ്റ്റ് ക്ലാരിറ്റി കിട്ടുന്ന ഒരു ആംപ്ലിഫയർ ആണ് ക്ലാസ് എ. ഒരു ക്ലാസ് എ ആംപ്ലിഫയർ ചെറിയ തോതിൽ ഒന്ന് പരിചയപ്പെടുത്താം. അതായത് ക്ലാസ് എ ഉപയോഗിച്ച ഒരാൾ പിന്നീട് ക്ലാസ് എ ബി അല്ലെ ക്ലാസ് ഡി അങ്ങനത്തെ ഒന്നും പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടില്ല. അതായത് പാട്ട് കേൾക്കുന്നവരാണ് കൂടുതലും ഈ ഓഡിയോൻ്റെ കാര്യത്തിൽ, അതായത് സൗണ്ട് ലെവലിൻ്റെ കാര്യത്തിൽ കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ളത്. അതായത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ആ നിരീക്ഷണമുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ ആ ഒരു കമ്മ്യൂണിറ്റി ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതിൽ യെസ് പൊട്ടിയിട്ടുള്ള ആ ഒരു ആംപ്ലിഫയർ ക്ലാസ് എ ആംപ്ലിഫയർ. അപ്പോൾ അതിൽ ക്ലാസ് എ ആംപ്ലിഫയറിൽ നമുക്കിന്ന് ജസ്റ്റ് ഒരു മ്യൂസിക് കേട്ട് പോകാം. സ്വീട്ടൻ്റെ നല്ലൊരു ക്വാളിറ്റി സ്പീക്കറാണ്. ആ ക്വാളിറ്റിയിൽ ആ ഒരു വിലയ്ക്ക് വരുന്ന ഏറ്റവും ബെസ്റ്റ് സ്പീക്കറാണെന്നത് G-Tecൻ്റെ റൂട്ടറും ഒരു 2-way ബോക്സ്, അത് ചെറിയ ബോക്സാണ്. അതിനകത്തുനിന്ന് നമുക്കിത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നോക്കാം. ഇത് VI ഓഡിയോയുടെ 40 വാട്ട്സ് ക്ലാസ് എ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിൻ്റെ കൂടെ ഒരു ഗെയിനും കൂടെ ഉപയോഗിക്കാനുണ്ട്. കാരണം എന്നാലേ അതിൻ്റെ യഥാർത്ഥ ആ ഓഡിയോ ലെവൽ കിട്ടുള്ളൂ നമുക്ക്. കാരണം ഇതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് മാച്ച് ആവാത്തതിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു ബഫർ ഗെയിനർ ഉപയോഗിച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ കിട്ടുള്ളൂ ഈ ബോർഡിന്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ശരിക്കും മ്യൂസിക് ലെവൽ ഓഡിയോ ലെവൽ കേട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ ഈ വീഡിയോയുടെ താഴെപ്പോൾ കമൻ്റ് അടിക്കും ക്ലാസ് എ ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. ക്ലാസ് ഡി ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് അതിനെ പറ്റിയുള്ള ധാരണ ലേറ്റാണ്. അതെന്താണെന്ന് വെച്ചാൽ ക്ലാസ് ഡിയിൽ ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എഫിഷ്യൻസിയാണ്. ഇതിൽ ഏറ്റവും വലിയ പരാജയം ഇതിൻ്റെ എഫിഷ്യൻസിയാണ്. ഇതിലിപ്പോൾ ഒരു 100 വാട്ട്സ് കിട്ടണം എന്ന് വിചാരിക്കുക ക്ലാസ് എ ആംപ്ലിഫയറിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 400 വാട്ട്സ് പവർ ഇതിന് കൊടുത്താലേ 100 വാട്ട്സ് കിട്ടുള്ളൂ. അതായത് 75% ഹീറ്റായി പോകും. ഹീറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്ന ഹീറ്റ് എന്നല്ല, അടിപൊളി ഹീറ്റായിരിക്കും. ആ ഹീറ്റ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം എത്രത്തോളം ആ ഹീറ്റ് ആവുന്നുണ്ടെന്ന്. ശരിക്കൊരു വെള്ളം തിളപ്പിക്കുകയും അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയ്ക്ക് ഹീറ്റാവും. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. എന്നിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യാം, ലാസ്റ്റ് വെള്ളം തിളപ്പിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതാണ് ആ ക്ലാസ് എ ആംപ്ലിഫയർ. ഇതിനകത്ത് സിംഗിൾ സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിലൊരു സ്പീക്കർ ഔട്ട് ഇവിടെ കാണാം, ഒരു ഇൻപുട്ട് എന്നുള്ളത് സിഗ്നൽ ഇൻപുട്ട് ഇവിടെ കാണാം. ഇത് 3055 എന്നുള്ള ട്രാൻസിസ്റ്റേഴ്സാണ് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ ചെറിയ ബോർഡിൽ ചെയ്യാവുന്ന ഒരു ആംപ്ലിഫയർ സെക്ഷനാണ്, ഔട്ട്പുട്ട് പവർ സെക്ഷനാണ് ഈ ക്ലാസ് എ ആംപ്ലിഫയർ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫീച്ചർ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ കപ്പാസിറ്റർ ഉണ്ടല്ലേ, ഈ കപ്പാസിറ്ററിൽ കൂടിയാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അതായത് സ്പീക്കർ ഔട്ട് വരുന്നത് ഈ കപ്പാസിറ്ററിൽ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഇങ്ങനെയുള്ള ക്ലാസ് എ ആംപ്ലിഫയർ ഈ ടൈപ്പിൽ നമുക്ക് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിലേക്ക് DC കയറി സ്പീക്കറിലേക്ക് വരില്ല. സ്പീക്കർ അടിച്ചു പോകുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് ആ സൗണ്ട് ഓൺ ചെയ്യുമ്പോൾ ഡും ഡും എന്നൊക്കെയുള്ള സൗണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഡിലേ ആഡ് ചെയ്യാം സ്പീക്കർ പ്രൊട്ടക്ഷനായി. പവർ ഓൺ കൊടുത്താൽ ഇതിലൊരു ഇൻഡിക്കേറ്റർ, ഇവിടെ LED ഇൻഡിക്കേറ്റർ ഉണ്ട്. മറ്റ് പ്രീസെറ്റ് കാര്യങ്ങളൊന്നും തിരിക്കരുത്, അത് ഒരുപാട് കറക്റ്റ് കാൽക്കുലേഷനിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് കറക്റ്റ് ഡിസൈൻ ചെയ്ത ഒരു ക്ലാസ് എ ആംപ്ലിഫയർ നിങ്ങൾക്ക് ഒരു 40 to 50% എഫിഷ്യൻസി തരും. ശരിക്കും നോർമൽ ഡിസൈനിൽ അത് 25%ഓളം 30%ഓളം എഫിഷ്യൻസി തരുള്ളൂ എന്നുള്ളതാണ് എൻ്റെ സത്യം. ഈ ബോർഡിലേക്ക് കൊടുക്കാനുള്ള ഒരു ഗെയിൻ ബോർഡാണ് ഈ കാണുന്നത്. ഇത് ബഫർ ഗെയിനർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ബഫർ സെഷൻ ഉണ്ട്, അതായത് കറണ്ട് ആംപ്ലിഫയർ. അപ്പോൾ അതിൽ ആ ബഫർ സെഷൻ കഴിഞ്ഞ് ഒരു ഗെയിൻ സെഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നൽ ലെവൽ വേണ്ട ലെവലിൽ ഗെയിൻ സെറ്റ് ചെയ്തിട്ട് മാക്സിമം ക്ലിപ്പ് അടിയാത്ത രൂപത്തിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിലേക്ക് 12 to 24 വോൾട്ട് DC ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 24 വോൾട്ട് SMPS ഉപയോഗിക്കുന്നുണ്ട്. ആ SMPS വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് 5 ആംപിയർ ആണ്. ഇത് ഒരു സെക്ഷനിലേക്ക് 3 ആംപിയറോളം കൊടുക്കണം എന്നാണ് ഇവർ ചെയ്യുന്ന ഒരു കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സെക്ഷൻ തൽക്കാലം ഈ 5 ആംപിയർ വെച്ച് ചെക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് 2 ബോർഡ് എടുത്തിട്ടുണ്ട്, അതായത് സ്റ്റീരിയോ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 ബോർഡിൽ ഞാൻ ഒരു ബോർഡ് കണക്ട് ചെയ്ത് ഇവിടെ ഈ സ്പീക്കറിൽ കൊടുത്തിട്ടുണ്ട്. ഗെയിൻ ബോർഡ് ഞാൻ കൊടുത്തിട്ടില്ല, കാരണം സർക്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ഗെയിൻ ബോർഡ് ഇല്ലാതെ ഡയറക്റ്റ് ആ ആമ്പിൻ്റെ ഇൻപുട്ട് വഴി ചെക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി 1 മിനിറ്റ് അതിൻ്റെ ചൂട് ഇപ്പോൾ ഇതുമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പ്ലേ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാം, അതായത് എത്രത്തോളം ചൂട് വരും. ഈ ഹീറ്റ് സിങ്ക് ഒന്നും ഇതിനൊന്നുമല്ല, ഈ കാണുന്ന ഹീറ്റ് സിങ്ക് ഇത് ശരിക്കും വേറെ തന്നെ വലിയ ഹീറ്റ് സിങ്ക് കൊടുക്കണം. ഇത് വാങ്ങുമ്പോൾ ഡിഫോൾട്ടായിട്ട് കിട്ടുന്നതാണ്, നമുക്ക് മാറ്റി കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ ട്രാൻസ്ഫർ അയച്ചിട്ട് വലിയ ഹീറ്റ് സിങ്കിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വലിയ ഹീറ്റ് സിങ്ക് ആഡ് ചെയ്യുക, നിർബന്ധമാണ്. അതിൻ്റെ കൂടെ ഫാനും വേണം. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യാം. അപ്പം ഞാനിവിടെ അത് ഓൺ ചെയ്തു. നമുക്കിവിടെ ഇൻഡിക്കേറ്റർ കാണാം, 24 വോൾട്ട് SMPS കൊടുത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. NCS മ്യൂസിക്കാണ്.
ഓക്കെ, ഇപ്പോൾ തന്നെ ചൂടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ നിങ്ങൾ ഓൺ ചെയ്താൽ മതി, സിഗ്നൽ കൊടുക്കണമെന്നില്ല. അത് അതിൻ്റെ കറണ്ട് ഫ്ലോ ഉണ്ടാവും, അതായത് ഔട്ട്പുട്ട് ട്രാൻസ്ഫറിലോ എല്ലാത്തിലും കൂടി കറണ്ട് ഫ്ലോ ഫുൾ ടൈം ഓൺ ആയിരിക്കും, അതും ഫുൾ പവറിൽ. അതുകൊണ്ട് എന്തായാലും ഹീറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ചൂടിനുള്ള പരിഹാരം ചെയ്തേ പറ്റൂ. ഞാൻ ആ ചൂടിൻ്റെ ലെവലൊന്ന് കാണിച്ചു തരാം. ആ പാട്ട് ഓൺ ആക്കിയിട്ട് ഇപ്പോൾ ഒരു 3 മിനിറ്റോളം ആയിട്ടുള്ളൂ. അപ്പോൾ വരുന്നത് നോക്കിയാട്ട്, അതായത് നമ്മളൊരു BT ടോൺ കൺട്രോൾ ഗെയിനെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പൊളിക്കും. കുറച്ച് വെള്ളമുണ്ട്, ഒരു തുള്ളി വെള്ളമാക്കി വെക്കാം. എത്രത്തോളം ഉണ്ട് അറിയാലോ, നല്ല ഉഗ്രാൻ ചൂടാണ്. അതിൻ്റെ പുറമെ ഇതിൻ്റെ ചൂട് എല്ലാം കൂടെ നല്ല വേർക്കുന്നു. അപ്പോൾ നമ്മുടെ തീപ്പെട്ടി കത്തിക്കാനുള്ള പരീക്ഷണം ഫെയിലായി പോയി. തീപ്പെട്ടി കത്തിക്കാനുള്ള ആ ഒരു സമയം കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ബോർഡ് ഒന്നായിട്ട് കത്തിപ്പോയനെ. അത്രയ്ക്കും ചൂട് വരുമല്ലോ, കാരണം അത് തീപിടിക്കണമെങ്കിൽ. അപ്പോൾ അത്രയും ഹീറ്റ് വരുന്നവരൊന്നും നമ്മളത് ഉപയോഗിക്കരുത്. ശരിക്കും ഇത്രയും ദൂരേക്ക് ഇവിടെ ഹീറ്റ് അടിക്കുകയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് വിയോടെയോടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും മറ്റൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. പിന്നെ അതുകൂടാതെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് ഈ രണ്ടും കൂടി വേണം വാങ്ങാം, SMBS അടക്കവും വാങ്ങാം. അതല്ലാതെ നിങ്ങളതിൽ SMBS ഉണ്ടെങ്കിലോ ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിലോ ഉപയോഗിക്കാം. എല്ലാവിധ ക്ലാസ്സുകളും ഒരുവിധം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ ആ കമ്പാരിസൺ വീഡിയോ ഒന്നും ചെയ്തില്ല, കാരണം ഒരുപാട് പേര് ചെയ്തതാണ്. എൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഈ ബോർഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലാണ്.